ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ ഫിനോമിനൻസ് ആയിരുന്നു പറഞ്ഞത്. ക്രിട്ടിക്കൽ ഫിനോമിനൻസിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിനെ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തോടെ നമ്മൾ ഈ ചാപ്റ്റർ തീരും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് നമ്മൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ബാബു സാറിനാക്കണേ. സുരേഷ്. ഓക്കെ, അതായത് ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ആ ടേംസിൽ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, അതായത് പ്രഷർ, നമ്മളൊരു ഗ്യാസിന്റെ പ്രഷർ അതിന്റെ ക്രിട്ടിക്കൽ പ്രഷർ ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ആ കിട്ടുന്ന ആ ടേം നമ്മൾ പൈ എന്ന് ഡിനോട്ട് ചെയ്യും അല്ലെ. ക്രിട്ടിക്കൽ പ്രഷർ ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, ഒരു ഗ്യാസിന്റെ ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ഉണ്ടാക്കിയ ഞാന് ഈ ഓപ്ഷൻ അവിടെ വെച്ചത് നിങ്ങൾക്ക് വെച്ചത് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാരെയും ഭയങ്കര കാക്കയാണ്. അതെവിടെയാണ് കാക്ക കയറിയത്? യെസ്, ഓക്കെ. അപ്പോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ വോളിയം, ക്രിട്ടിക്കൽ പ്രഷർ ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പൊ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ അതിന്റെ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാം. അപ്പൊ പ്രഷറിനെ ക്രിട്ടിക്കൽ പ്രഷർ ഡിവൈഡ് ചെയ്യാം. വി കോൾ ഇറ്റ് എസ് പൈ. പൈ ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് പ്രഷർ. പൈ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് വിളിക്കും. അതേപോലെ വോളിയത്തെ ക്രിട്ടിക്കൽ വോളിയം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു ഫ്രാക്ഷൻ വാല്യൂ കിട്ടും അത്. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് ഡിനോട്ട് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് വോളിയം. നമ്മൾ അതിനെ റെഡ്യൂസ്ഡ് വോളിയം എന്ന് വിളിക്കും. അതേപോലെ ടെമ്പറേച്ചറിനെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡിവൈഡ് ചെയ്യാം. ഒരു ഗ്യാസിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻ ടേം നമ്മൾ തീറ്റ ഡിനോട്ട് ചെയ്യും. ആൻഡ് ദ തീറ്റ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോറി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ല, എന്താ വിളിക്കുക? റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് കോൾഡ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ടി സി ആണ് അല്ലെ. ടെമ്പറേച്ചറിന് ടി സിയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേം ആണ് തീറ്റ. തീറ്റ ഈസ് കോൾഡ് ആസ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. ഇനി ഇവിടുന്ന് ഈ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഈ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു പി സി പ്രതികൃതി കഴിഞ്ഞാൽ പൈ ഇൻറ്റു ബി സി എന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു ഇവിടുന്ന് വി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഫൈ ഇൻറ്റു വി സി എന്ന് എഴുതാം. ആൻഡ് ഇവിടുന്ന് ടി ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ടി സി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും വോളിയത്തെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയത്തിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതിന് നമ്മൾ വാണ്ടർവാൾസ് ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ എന്തായാലും നമ്മൾ വാണ്ടർവാൾസ് ഇക്വേഷൻ ഫോർ 1 mole ഓഫ് ഗ്യാസ് എന്തായിരുന്നു? പി പ്ലസ് എ ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി അല്ലെ. ഇതല്ല നമ്മൾ വാണ്ടർവാൾസ് ഇക്വേഷൻ. ഇതിൽ നേരത്തെ നമ്മൾ കൊടുത്ത, അതായത് പി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഫൈ ഇൻറ്റു പി സി എന്നുള്ള സാധനവും, അതുപോലെ വി ഈസ് ഈക്വൽ ടു ഫൈ ഇൻറ്റു വി സി എന്നുള്ള ടേമും, അതുപോലെ ടി ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ടി സി എന്നുള്ളതും ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ പൈക്ക് വരാൻ വരും പൈ ഇൻറ്റു ബി സി പ്ലസ് എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ വിക്ക് വരാൻ കൊടുക്കുക 5 ഇൻറ്റു വി സി. അപ്പോൾ 5 സ്ക്വയർ വി സി സ്ക്വയർ എന്ന് വരും. അഗൈൻ വി ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു വി സി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടിക്ക് എന്ത് കൊടുക്കുക തീറ്റ ഇൻറ്റു ഡി സി എന്ന് കൊടുക്കുക. തീറ്റ ഇൻറ്റു ഡി സി. ഓക്കെ. ഇനി ഈ ഇക്വേഷനിൽ നമുക്കറിയാം വി സി ഇസ് ഈക്വൽ ടു 3b. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ വി സി ഇസ് ഈക്വൽ ടു 3b. അതുപോലെ പി സി ഇസ് ഈക്വൽ ടു എ ബൈ 27 ബി സ്ക്വയർ ആൻഡ് ടി സി ഇസ് ഈക്വൽ ടു എന്തായിരുന്നു 8a ഡിവൈഡഡ് ബൈ 27 ആർ ബി. അത് ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു പി സിക്ക് എന്ത് കൊടുക്കുക എ ബൈ 27 ബി സ്ക്വയർ കൊടുക്കുക പ്ലസ് എ ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ വി സിക്ക് എന്ത് കൊടുക്കുക 3b എന്ന് പറഞ്ഞാൽ 9b സ്ക്വയർ വരും. 5 വി സിക്ക് 3b കൊടുത്തു മൈനസ് ബി ആർ തീറ്റ ഇൻറ്റു ടി സിക്ക് എന്ത് കൊടുത്തു 8a ഡിവൈഡഡ് ബൈ 27 ആർ ബി എന്ന് കൊടുത്തു. ഓക്കെ. അപ്പൊ ഇതിനെ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 27b സ്ക്വയർ. 27b സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് ഇക്വേഷന് നമ്മളെ ഈ ഇക്വേഷന് ഏത് അതായത് ഈ ഇക്വേഷനിൽ പൈ ഈ ഇക്വേഷൻ നമ്മൾ 27b സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 27b സ്ക്വയർ. അപ്പൊ ഇത് ക്യാൻസൽ ആവും അല്ലേ. പിന്നെ ഈ ബി സ്ക്വയർ ക്യാൻസലായി ഇവിടെ ഒരു 3 മേലെ വരും ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെന്താ വരിക ഇവിടെ 27b ഉണ്ട്. അപ്പോൾ ബി സ്ക്വയറിലുകൊണ്ട് ഒരു എ ബി മേലെ വരും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ എ ഡിവൈഡഡ് ബൈ 3a ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ 3b 5 മൈനസ് ബി ഇസ് ഈക്വൽ ടു 8ab തീറ്റ എന്ന് വരും. ഓക്കെ. ഇവിടുന്ന് എ കോമൺ ആണ് അല്ലെ. അപ്പൊ എ പുറത്തേക്ക് എടുത്തു. ആ എയും ഈ എയും എന്തായി ക്യാൻസലായി. ഇവിടെ ഒരു ബിയും കോമൺ ആയിട്ടുണ്ട്. ആ ബിയും ഈ ബിയും ക്യാൻസലായി. അപ്പൊ ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെ വരും പൈ പ്ലസ് 3/5 സ്ക്വയർ ഇൻറ്റു 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 8 തീറ്റ എന്ന് വരും. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഇക്വേഷനിൽ നമ്മുടെ ഒരു ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വാണ്ടർവാൾസ് കോൺസ്റ്റൻസോ ക്രിട്ടിക്കൽ കോൺസ്റ്റൻസോ ഇക്വേഷൻ ഇല്ല. ഓക്കെ. അതാണ് ഇക്വേഷൻ പ്രത്യേകത. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് വാണ്ടർവാൾസ് റെഡ്യൂസ്ഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ. ആൻഡ് ദിസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഐദർ ആർ നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ് ആയ ആർ ഇല്ല നോർ വാണ്ടർവാൾസ് കോൺസ്റ്റൻസ് ആൻഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. ക്രിട്ടിക്കൽ കോൺസ്റ്റൻസോ വാണ്ടർവാൾസ് കോൺസ്റ്റൻസോ ഒന്നുമില്ല. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിംഗ് ലിക്വിഡ്സ്. സാധാരണ നോർമൽ വാണ്ടർവാൾസ് ഇക്വേഷൻ അപ്ലിക്കബിൾ ഓൺലി ഫോർ ഗ്യാസസ്. നോർമലി വാണ്ടർവാൾസ് ഇക്വേഷൻ ആർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഗ്യാസിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ബട്ട് ദിസ് ഇക്വേഷൻ ക്യാൻ ബി അപ്ലൈഡ് ടു ലിക്വിഡ്സ്. ലിക്വിഡ്സിന് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. ഓക്കെ. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് if two gases have same pi, that is same reduced pressure and same reduced volume phi, they will have same reduced volume. Okay. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അതായത് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം when two or more substances having same reduced pressure and same reduced temperature, they will have same reduced volume. And this is called the law of corresponding state. ഇതിനെ വിളിക്കുന്ന പേരാണ് law of corresponding states. That is, if two or more substances having the same reduced pressure and same reduced temperature, they will have same reduced volume. And that is called the law of corresponding states. ടു ഓർ മോർ സബ്സ്റ്റൻസസിന് റെഡ്യൂസ്ഡ് പ്രഷറും റെഡ്യൂസ്ഡ് ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ റെഡ്യൂസ്ഡ് വോളിയം സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. ആൻഡ് സബ്സ്റ്റൻസസ് ഹാവിംഗ് സെയിം റെഡ്യൂസ്ഡ് പ്രഷർ പൈ ആൻഡ് സെയിം റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ തീറ്റ ആൻഡ് ഹെൻസ് സെയിം ഫൈ വാല്യൂ ആർ സെറ്റ് ടു ബി ഇൻ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. അതായത് സെയിം പൈയും
തീറ്റയും ഫൈയും സെയിം ആയാൽ, ഫൈയും തീറ്റയും സെയിം ആയാൽ പിന്നെ ഫൈയും സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുക they are in corresponding states എന്ന് വിളിക്കും. That substances are said to be in corresponding state. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ലിക്വിഡ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ ഏറ്റവും നല്ലത് അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റിലാണ് കമ്പയർ ചെയ്യാൻ നല്ലത്. ഏകദേശം അതിന്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് കറസ്പോണ്ടിങ് സ്റ്റേറ്റിലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഒരു സബ്സ്റ്റൻസിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 2/3 ഓഫ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ബോയിലിംഗ് TB is ബോയിലിംഗ് പോയിന്റ് ആണ്, ബോയിൽ ടെമ്പറേച്ചർ അല്ല, ബോയിലിംഗ് പോയിന്റ്. അപ്പോ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഓർ എ സബ്സ്റ്റൻസ് is 2/3 of its critical temperature. എന്ന് പറഞ്ഞാൽ TB/TC is equal to 2/3 ആണ്. ഓക്കെ, TB divided by TC is equal to 2/3 ആണ്. എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് is 2/3 of critical temperature. അല്ലെ? എന്ന് പറയുന്ന അർത്ഥം എന്താ? എല്ലാ എന്താ പറയാ എല്ലാ ലിക്വിഡ്സിന്റെയും ബോയിലിംഗ് പോയിന്റ് അതിന്റെ ടെമ്പറേച്ചറിന്റെ 2/3 ടൈംസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ TB/TC ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ there is liquids at their boiling points will have same reduced temperature. അല്ലെ? ബോയിലിംഗ് പോയിന്റിലുള്ള എല്ലാ ലിക്വിഡ്സിനും സെയിം റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ആയിരിക്കും. റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ആൻഡ് പ്രഷർ, വേറെ കാര്യം വെച്ചാൽ പ്രഷർ ലിക്വിഡ്സിന് അത്ര ഇഫക്റ്റ് ഇല്ലാതെ, അതുകൊണ്ട് തന്നെ റെഡ്യൂസ്ഡ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. PC is constant. അങ്ങനെയാണെങ്കിൽ അറ്റ് ബോയിലിംഗ് പോയിന്റ് ലിക്വിഡ്സ് ആർ ഇൻ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. മനസ്സിലാക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്, അതായത് ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 2/3 ടൈംസ് ആണ്. ഓക്കെ, therefore liquids at their boiling points will have same reduced temperature. ഓക്കെ, ബോയിലിംഗ് പോയിന്റിൽ ഉള്ള ലിക്വിഡ്സിന് അതിന്റെ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, liquids at their boiling points will have same reduced temperature and will be approximately their corresponding states. Corresponding state la undavuക. So their properties can be studied at their boiling points. അപ്പോൾ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ ബോയിലിംഗ് പോയിന്റിലാണ് സ്റ്റഡി ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റിൽ ലിക്വിഡുകൾ എന്തായിരിക്കും? കറസ്പോണ്ടിങ് സ്റ്റേറ്റിലായിരിക്കും. എന്തുകൊണ്ടാ? boiling point divided by critical temperature is always 2/3. It's a constant. Boiling point divided by critical temperature is a constant. അല്ലെ? അപ്പൊ എല്ലാ ലിക്വിഡ്സിനും TB/TC ഒരു സെയിം വാല്യൂ ആയിരിക്കും. TB അതായത് ബോയിലിംഗ് പോയിന്റ് ലിക്വിഡ് ഉള്ളതിരിക്കാം. സപ്പോസ് ഇഫ് എ ലിക്വിഡ് ഈസ് അറ്റ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? T/TC അല്ലേ? തീറ്റ അതായത് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. തീറ്റ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ തീറ്റ ഈസ് ഈക്വൽ ടു T/TC ആണല്ലോ. ഇപ്പൊ ബോയിലിംഗ് പോയിന്റിലാണെങ്കിൽ TB/TC എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഫോർ എവറി ലിക്വിഡ്. എല്ലാ ലിക്വിഡ്സും 2/3 ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ലിക്വിഡ്സിനും ബോയിലിംഗ് പോയിന്റിലാണെങ്കിൽ അതിന്റെ എന്ത് സെയിം ആണെന്നർത്ഥം? റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ സെയിം ആണ്. For every liquids at their boiling point, reduced temperature is same. That means at boiling point they are in corresponding state. കാരണം TC എല്ലാത്തിനും സെയിം ആണ്. അത് മാത്രമല്ല, TC അല്ല, തീറ്റ, that is reduced temperature. പിന്നെ റെഡ്യൂസ്ഡ് പ്രഷർ പൈ സെയിം ആയിരിക്കും. കാരണം ലിക്വിഡ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രഷറിന് അത്ര ഇഫക്റ്റ് ഇല്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് വളരെ നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ boiling point liquids ഉള്ളെങ്കിൽ, when liquids are at their boiling point they have same reduced temperature and reduced pressure, therefore they are in corresponding state. ഇവിടെ പറഞ്ഞിട്ടുണ്ട് reduced temperature reduced pressure same ആണെങ്കിൽ substances having same pi and same theta are said to be in corresponding state, and properties of the liquids can be studied very well in their corresponding state. And liquids at their boiling point have same reduced temperature and pressure has no effect in the case of liquid. Therefore, they are in corresponding state.
So their properties can be very well studied or compared in their boiling points. That is a point. Okay. അപ്പോൾ ആ ഒരു സംഗതി കഴിഞ്ഞു കേട്ടോ. അതായത് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. അതായത് നമ്മൾ പ്രഷറിനെ അതിനെ പി സി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന സാധനമാണ് പൈ ഇസ് കോൾഡ് റെഡ്യൂസ്ഡ് പ്രഷർ. വോളിയത്തെ ക്രിട്ടിക്കൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വി സി അപ്പോൾ കിട്ടുന്ന സാധനമാണ് ഫൈ റെഡ്യൂസ്ഡ് വോളിയം. ആൻഡ് ടെമ്പറേച്ചർ ടി സി ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഇസ് കോൾഡ് തീറ്റ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെ അവിടുന്ന് പി ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ബി സി എന്ന് കിട്ടും, ബി ഇസ് ഈക്വൽ ടു ഫൈ ഇൻറ്റു ബി സി എന്ന് കിട്ടും, ടി ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ടി സി എന്ന് കിട്ടും. പിന്നെ വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ എ ബി ബി സി ഇതൊക്കെ ടേംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അതായത് pi plus 3 divided by 5 square into 3 minus 1 is equal to 8 theta. And this is the van der Waals reduced equation of state. And this equation does not contain van der Waals constant or critical constant. Therefore, it is applicable for liquids also. Okay. And പ്രധാനമായിട്ടുള്ള ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് പറയുന്ന സംഗതി ഇതാണ്. When two or more substances having same reduced pressure and same reduced temperature, they will have same reduced volume. That is a law of corresponding state. And substances having same pi and same theta and hence they have same phi value are called in corresponding state. And the properties of the liquids can be studied in their corresponding state more easily or more comparable ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും നല്ലതാണ്. And it has been observed that boiling point of every liquid is 2/3 of the critical temperature. So TB divided by TC is always equal to 2/3 for every liquids. That means at boiling point reduced temperature is same for all liquids and pressure has no significant effect in the case of liquids. Therefore, at boiling point, liquids are at their corresponding state, so their properties can be studied at their boiling points. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കും കേട്ടോ. ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കും. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയും. ആരുമില്ലേ? ഓക്കെ, ശ്രീലക്ഷ്മി, നന്ദിനി, അക്ഷര, ലബിന. ഓക്കെ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മള് അതിന്റെ അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ്, വേറൊരു ഏരിയ. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ gaseous molecule. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ദ ഇൻഡിപെൻഡന്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് ദി മോളിക്യൂൾ കംപ്ലീറ്റ്ലി. ഒരു മോളിക്യൂളിന്റെ സ്റ്റേറ്റ്, അതിന്റെ എനർജി സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാവുന്ന ഇൻഡിപെൻഡന്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനാണെന്ന് വിളിക്കുക ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, ഒരു ഗ്യാസിന് 3 kinds of degrees of freedom are there. 3 തരത്തിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒന്ന് എന്താണ്, ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ സെയിങ് ദാറ്റ് മോളിക്യൂൾ ഹാസ് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, rotational degree of freedom and vibrational degree of freedom. അതായത് when a gas is heated there are 3 kinds of motion. 3 തരം മോഷൻ ഉണ്ടാവും. എന്തൊക്കെ മോഷനാ?
ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും, വൈബ്രേഷണൽ മോഷൻ ഉണ്ടാവും. And this is expressed by saying that molecules have translational, rotational and vibrational degrees of freedom. Okay, molecules എന്തുണ്ട് അല്ലെ? ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഇനി ഒരു മോളിക്യൂളിന് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ഡയറക്ഷൻ, XYZ ഡയറക്ഷനിലേക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുക. ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എല്ലാ മോളിക്യൂൾസിനും 3 ബിക്കോസ് മോഷൻ ഇൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, X ഡയറക്ഷൻ, Y ഡയറക്ഷൻ, Z ഡയറക്ഷൻ, 3 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഒരു മോളിക്യൂളിന് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അബോട്ട് ആയിക്കൊണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബോട്ട് ആയിക്കൊണ്ട് it can move in 3 direction, X direction, Y direction, Z direction. So every molecule have 3 translational degree of freedom. Okay, rotational degree of freedom ഇതേപോലെ 3 വരുന്നത്. മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുക. ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ Y ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ ഇങ്ങനെ Z ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ 3 റൊട്ടേഷൻ ഉണ്ട്. പക്ഷേ ഒരു ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ ഇതിപ്പോ എക്സ് ആക്സിസ് ആണെന്നിരിക്കാം. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമല്ലോ, ആ റൊട്ടേഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്. ശരിക്കും മനസ്സിലാക്കണേ. അതായത് ഇങ്ങനെ ഒരു മോളിക്യൂൾ വരുമ്പോൾ ശരിക്കും 3 തരം റൊട്ടേഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം അല്ലെ, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ എക്സ്, ഈ ബോണ്ട് ഇവിടുന്ന് ഒന്നും തെറ്റാതെ ഇവിടുന്ന് ഇങ്ങനെ തിരിയാം. മറ്റൊന്ന് ഇങ്ങനെ തിരിയാം. എന്ന് പറഞ്ഞാല് മോളിക്യൂള് എന്ത് ചെയ്യുന്നു അല്ലെ, ഇങ്ങനെ തിരിയുന്നു. പിന്നെ വേറെ തിരിക്കൽ എങ്ങനെയാ, അതായത് 3 ഡയറക്ഷൻ, എക്സ് ഇങ്ങനെ തിരിയുന്നു, വൈ ഇങ്ങനെ തിരിയുന്നു, സെഡ് ഇങ്ങനെ തിരിയുന്നു. ഓക്കെ, പക്ഷെ എക്സില് അതായത് മോളിക്യൂൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നതാണെങ്കിൽ അതിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പൊ ലീനിയർ ഡയാറ്റോമിക് മോളിക്യൂൾസോ ലീനിയർ പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുക. ഓക്കെ, നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും അബൌട്ട് XYZ ആക്സിസ്. അതായത് ജനറലി റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 പക്ഷേ XY ഡയറക്ഷൻ, X ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു, Y ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു, Z ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു. പക്ഷേ ലീനിയർ മോളിക്യൂൾസ് ആണെങ്കിൽ എക്സ് നിങ്ങൾ തിരിച്ചു കളിക്കുക എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാര്യമായിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ. സോ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് റൊട്ടേഷൻ degree of freedom in the case of diatomic molecule and for linear polyatomic molecules, and for non-linear molecule it is 3. Okay, vibrational degrees of freedom. അതായത് ഒരു മോളിക്യൂളിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ, ശരി മനസ്സിലാക്കണേ, n ആറ്റംസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 3n ആയിരിക്കും. അതെങ്ങനെ 3n വരുന്നത്? അതായത് ഓരോ മോളിക്യൂൾ എന്തുണ്ട്, XYZ കോർഡിനേറ്റ് ഉണ്ടാവില്ല. സോ ഓരോ ആറ്റത്തിനും XYZ എന്തുണ്ട്, കോർഡിനേറ്റ്സ് ഉണ്ട്. ഓരോ ആറ്റത്തിനും XYZ കോർഡിനേറ്റ് അല്ലെ. അപ്പൊ ഒരാറ്റത്തിന് 3 കോർഡിനേറ്റ് ഉള്ളത് കൊണ്ട് 3 എന്ത് നിർബന്ധമാണ്, കോർഡിനേറ്റ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് നെസസറി ടു സ്പെസിഫൈ ഇറ്റ്സ് പൊസിഷൻ ഒരാറ്റത്തിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? ടോട്ടല് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുക. ഓക്കെ, ഒരാറ്റത്തിന് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. XYZ കോർഡിനേറ്റ് വേണമല്ലോ അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n. And total number of translation degree of freedom is equal to 3, and total number of rotational degree of freedom is equal to 3. 2 for linear and for other case 3. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരിക? 3n - 6. അതായത് ടോട്ടൽ 3n. അതിൽ നിന്ന് ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പൊ 3 + 3 = 6.
അപ്പൊ 3n - 6 എന്തുണ്ടാവും? വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും ജനറലി. പക്ഷെ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3n - 5 ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? ലീനിയർ മോളിക്യൂളിന്റെ കേസിൽ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ഉള്ളൂ, 3 ഇല്ല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3n. ഒരു n ആറ്റംസ് ഉണ്ടെങ്കിൽ 3n ആയിരിക്കും. കാരണം ഒരു ആറ്റത്തിന് 3 ഫ്രീഡം ഉണ്ട് എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3n. ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3. റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3n - 6 ഫോർ നോൺ ലീനിയർ മോളിക്യൂൾ ആൻഡ് 3n - 5 ഫോർ ലീനിയർ മോളിക്യൂൾസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പ്രിൻസിപ്പിൾ ഓഫ് equipartition of energy. Principle of equipartition of energy. ഇത് പറയുന്നത് വെച്ചാൽ equipartition principle പറയുന്നത് the total energy of a molecule is divided equally amongst the various degrees of freedom of the molecule. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. പ്രത്യേകിച്ച് ജാവ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വിപാർട്ടിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ടോട്ടൽ എനർജി അല്ലെ ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്, മനസ്സിലാക്കണേ, എമംഗ് വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദി മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ അതിന്റെ ടോട്ടൽ എനർജി അതിന്റെ എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ടോട്ടല് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ആ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വിപാർട്ടിഷൻ പ്രിൻസിപ്പിൾ. ഇത് നമുക്കറിയാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എത്രയായിരുന്നു? 3/2 kT. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. എവിടെ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പഠിച്ചിട്ടുണ്ട്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kT ഫോർ 1 മോളിക്യൂൾ. ഇനി 1 മോൾ ആണെങ്കിൽ എത്ര വരിക? 3/2 RT എന്ന് വരും. 1 മോൾ ആണെങ്കിൽ 3/2 RT, 1 മോളിക്യൂൾ ആണെങ്കിൽ 3/2 kT. ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജി അലോങ് XYZ ഡയറക്ഷൻ. അപ്പോ ഈ കൈനറ്റിക് എനർജി 3 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EX + EY + EZ. പക്ഷെ EX, EY, EZ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്ഷനുള്ള കൈനറ്റിക് എനർജി എത്ര വരിക? ഹാഫ് kT വരും. അതായത് 3 × 1/2 kT ആണോ? 3/2 kT അല്ലെ? അപ്പൊ ടോട്ടൽ 3/2 kT ആണ്. അത് ഈ 3 ഡയറക്ഷനിലേക്ക് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി പെർ എന്താണ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 1/2 kT വരും. കൈനറ്റിക് എനർജി ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അതായത് കൈനറ്റിക് എനർജി ഫോർ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഹാഫ് kT. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും കൈനറ്റിക് എനർജി എത്രയാ? ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? ഹാഫ് kT പെർ മോളിക്യൂൾ ആൻഡ് ഹാഫ് RT per mole. And following the similar argument, each rotational degree of freedom also contribute 1/2 kT. Okay, നമ്മൾ പറഞ്ഞെന്താ? ഇക്വിപാർട്ടിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞെന്താ? എനർജി എല്ലാ മോളിക്യൂളിലും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ മോഷനിൽ 1/2 kT ആണ്. ഒരു ട്രാൻസ്ലേഷൻ മോഷനിൽ എക്സ് ഡയറക്ഷനോ വൈ ഡയറക്ഷനോ. അങ്ങനെയാണെങ്കിൽ അതേ ഇത് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വിപാർട്ടിഷൻ പ്രിൻസിപ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന എനർജി എത്ര വരിക? 1/2 kT പെർ മോളിക്യൂൾ ആൻഡ് 1/2 RT പെർ മോൾ. പക്ഷേ when a molecule vibrate ചെയ്യുമ്പോൾ it possess both potential and kinetic energy. അതിന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാ സ്ക്രീനിൽ വരരുതേ, വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാ ഇത് സ്ട്രെച്ച് ചെയ്യുക അല്ലെ? സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ കംപ്രസ് ചെയ്യുക അല്ലെ? സ്ട്രെച്ച് ചെയ്യുക, കംപ്രസ് ചെയ്യുക, അതാണ് വൈബ്രേഷൻ. അപ്പൊ ആ സമയത്ത് ഇതിന് കൈനറ്റിക് എനർജി മാത്രമല്ല, എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ദാറ്റ് ഈസ് എനർജി ഓഫ് വൈബ്രേഷൻ ഇൻവോൾവ്സ് 2 degrees ഓഫ് ഫ്രീഡം. ഓക്കെ, ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്,
മനസ്സിലാക്കണേ. ഒരു വൈബ്രേഷനിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. കാരണം എന്താ, ഒരു വൈബ്രേഷനിൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷൻ എന്നിട്ട് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദി എനർജി അസോസിയേറ്റ് വിത്ത് ഈച്ച് വൈബ്രേഷൻ ഈസ്, ഓരോ വൈബ്രേഷനുള്ള എനർജി എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്നറിയാം? 2 × 1/2 kT. അതായത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഉണ്ടാകുന്ന കോൺട്രിബ്യൂട്ട് എനർജി എത്രയാ? ½ kT ആണ്. പക്ഷെ വൈബ്രേഷനിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ ഒരു വൈബ്രേഷനിൽ 2 × 1/2 kT വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു kT പെർ മോളിക്യൂൾ ഓർ RT പെർ മോൾ. ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എനർജി ഓഫ് ട്രാൻസ്ലേഷൻ അല്ലെ ഇൻ വൺ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ½ kT. എനർജി ഓഫ് റൊട്ടേഷൻ അല്ലെ ഫോർ വൺ റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു ½ kT. എനർജി ഓഫ് വൈബ്രേഷൻ ½ kT അല്ല, kT ആണ്. ഇത്രയേ ഉള്ളൂ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ എനർജി ഈസ് ഈക്വൽ ടു ½ kT. ട്രാൻസ്ലേഷൻ എനർജി ഏത് ഒരു ഡയറക്ഷനാണ്, എക്സ് ഡയറക്ഷനിൽ ½ kT, 3 ഡയറക്ഷൻ കൂടിയാണെങ്കിൽ 3/2 kT. റൊട്ടേഷണൽ എനർജി എന്ന് പറഞ്ഞാലും ½ kT ആണ്. വൈബ്രേഷൻ എനർജി എന്തുകൊണ്ടാണ് kT വന്നത്? കാരണം വൈബ്രേഷനിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ½ kT പ്ലസ് ½ kT ആണ് എന്തായത്? kT ആയത്. ഓക്കെ, പെർ മോളിക്യൂൾ ഇതൊക്കെ പെർ മോൾ ആണെങ്കിൽ എന്താവും? ½ kT എന്നുള്ളത് ½ RT എന്നാവും ട്രാൻസ്ലേഷനിൽ, അങ്ങനെ വരും. ഓക്കെ, ദസ് കൺക്ലൂഡ് ചെയ്യാം. ദസ് ഇഫ് എ ഗ്യാസിയസ് സ്പീഷീസ് ഹാസ് N1 translation degrees of freedom, N2 rotational degrees of freedom, and N3 vibrational degrees of freedom, then total energy is equal to അല്ലെ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം N1 ആണെന്നിരിക്കാം. അപ്പൊ N1 × ½ kT. അതുപോലെ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം N2 വന്നിരിക്കാം. അപ്പൊ N2 × ½ kT. ഇനി വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N3 ആണെങ്കിൽ N3 × kT. ഒന്നുമില്ല, അതായത് N1 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നിരിക്കാം. അപ്പൊ N1 × kT, ½ kT ആയതുകൊണ്ട് /2. N2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ N2 × ½ kT. N3 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ N3 × kT. ഓക്കെ, ഈ പറഞ്ഞാൽ എന്ത് സംശയം ചോദിക്കും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് ബന്ധപ്പെട്ട്, ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ സംശയം ചോദിക്കും. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുന്ന സമയത്ത് ലീനിയർ ആണെങ്കിൽ 2 ഉണ്ടാവൂന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതൊരു മൊമെന്റ് ഓഫ് ഇനേഷ്യ വെച്ചിട്ടല്ലേ പറഞ്ഞേ? അത് മനസ്സിലായിട്ടില്ലേനോ, ഒന്ന് പറഞ്ഞോ. അത് നമ്മള് ലീനിയർ മോളിക്യൂൾ ആകുമ്പോ ആ മോളിക്യൂളിന്റെ ആ മോഡ് തന്നെയാണ്, അതായത് ഇപ്പൊ ഇങ്ങനെ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ ഇത് തന്നെയാണ് എന്റെ മോളിക്കുലർ ആക്സിസ് അല്ലെ. ഈ എക്സ് ആക്സിസ് ആണ് എന്റെ മോളിക്കുലർ ആക്സിസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിസ്, സെഡ് ആക്സിസ് ഇരിക്കാം. ഇത് വൈ, ഇത് സെഡ്. അപ്പോ 3 തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാനോ. ഒന്ന് ഇങ്ങനെ ജസ്റ്റ് അല്ലെ ഇങ്ങനെ തിരിക്കുക, ഈ ബോണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക അല്ലെ. അങ്ങനെ തിരിക്കുമ്പോൾ ഈ മോളിക്കുലർ ആക്സിസിന് ചുറ്റുമായിട്ട് അറൗണ്ട് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷനിൽ എന്തില്ല, മൊമെന്റ് ഓഫ് ഇനേഷ്യ നെഗ്ലിജിബിൾ ആയിരിക്കും. നേരെ മറിച്ച് മറ്റേ റൊട്ടേഷൻ എങ്ങനെ വരിക? മറ്റേ റൊട്ടേഷൻ ഒക്കെ മൊത്തത്തിൽ തിരിയുമല്ലോ. ഈ എക്സ് ഡയറക്ഷൻ റൊട്ടേഷൻ മാത്രം എന്താണ്, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തിരിയുള്ളൂ അല്ലെ. കാരണം ഈ ആക്സിസ് തന്നെയാണ് എക്സ് ആക്സിസ്, ഈ മോളിക്യൂളിന്റെ ഈ മോളിക്കുലർ ആക്സിസ് തന്നെയാണ് എക്സ് ആക്സിസ് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ തിരിയുമ്പോൾ കാര്യമായിട്ട് എന്തുണ്ടാവില്ല, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവില്ല. മറ്റേ 2 ഡയറക്ഷൻ എങ്ങനെയാ, നേരെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ തിരിയും. അതേപോലെ മറ്റേ ഇങ്ങനെ തിരിയും, മോളിക്യൂൾ മൊത്തത്തിൽ തിരിയും. പക്ഷെ എക്സ് ഡയറക്ഷനിൽ മോളിക്യൂൾ മൊത്തത്തിൽ തിരിയുന്നില്ല, ജസ്റ്റ് ഈ ആറ്റംസ് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് എക്സ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ ആവണമെന്നില്ല, ഈ മോളിക്കുലർ ആക്സിസ് അത് ഏത് ആക്സിസ് ആണെങ്കിലും, അത് സെഡ് ആണെങ്കിൽ സെഡ്, ആ ആക്സിസിലുള്ള റൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യാത്ത. മനസ്സിലായിക്കാ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് എക്സ് ആക്സിസ് റൊട്ടേഷൻ എന്നെ കാണുന്നുണ്ടോ?
ഞാനൊരു പെൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അത് കാണുന്നുണ്ടോ? യെസ്. അപ്പോൾ ഇതാണ്, അപ്പൊ അങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ റൊട്ടേറ്റ്, ഇതാണ് എക്സിലെ റൊട്ടേഷൻ. ഓക്കെ, ഈ റൊട്ടേഷൻ ഒരു റൊട്ടേഷൻ. മറ്റേ റൊട്ടേഷൻ എങ്ങനെയാ? വൈയിലെ സെഡ് റൊട്ടേഷൻ ഇങ്ങനെ മൊത്തത്തിൽ തിരിയാണ്, ഇങ്ങനെ തിരിയും. അതേപോലെ സെഡിലാവുമ്പോൾ ഇങ്ങനെ തിരിയും. അപ്പൊ അന്നേരം കാര്യമായിട്ട് എന്ത് വരും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ചെയ്യും. പക്ഷെ മോളിക്കുലർ ആക്സിസ് റൊട്ടേഷൻ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തിരിയാ ചെയ്യാം, ഇങ്ങനെ തിരിയും. കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ റൊട്ടേഷൻ എന്തില്ല, കാര്യമായിട്ട് എന്തില്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇല്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ തിരിക്കുന്ന നെഗ്ലിജിബിളാ. ഇങ്ങനെ മൊത്തത്തിൽ തിരിയുന്നതും ഇങ്ങനെ തിരിയുന്നതും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിക്കോ? ഓക്കെ ഓക്കെ. ഇനി പിന്നെ അപ്പൊ ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞ എന്താ? വാട്ട് ഈസ് ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ? ആരെങ്കിലും ഒരാള് പറഞ്ഞ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ. ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? Total energy of a molecule is divided equally among various degrees of freedom. Okay, total energy of a molecule is divided equally among various degrees of freedom of the molecule. അപ്പൊ ട്രാൻസ്ലേഷണൽ അല്ലെ, പിന്നെ എനർജി മൊത്തത്തിൽ 3/2 കിട്ടിയാം. അത് 3 ഡിഗ്രി ഫ്രീഡം ഉണ്ട്. അപ്പൊ അത് മൊത്തം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ട്രാൻസ്ലേഷൻ എത്ര വരിക? ഹാഫ് KT വരും. അതേ ഹാഫ് KT ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ എന്താ, എല്ലാ ഡിഗ്രീസ് ഓഫ് ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞ എന്താ, എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും എനർജി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷണൽ, ഒരു ട്രാൻസ്ലേഷനിൽ എക്സ് ഡയറക്ഷണൽ ട്രാൻസ്ലേഷനിൽ ഹാഫ് KT ആണെങ്കിൽ അതേ എനർജി ആർക്കുണ്ടാവുക? റൊട്ടേഷൻ ഉണ്ടാവുക. അതാണ് ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? എനർജി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ എനർജി ഹാഫ് KT ആണെങ്കിൽ റൊട്ടേഷൻ എനർജി ഹാഫ് KT ആയിരിക്കും, വൈബ്രേഷൻ എനർജിയും ഹാഫ് KT ആയിരിക്കും. പക്ഷെ അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഹാഫ് KT അല്ല വൈബ്രേഷൻ എടുക്കുക, KT എടുക്കുക. അതെന്തുകൊണ്ടാണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞ. അതായത് ചോദ്യതാണ്, ട്രാൻസ്ലേഷന്റെ കേസിൽ ഹാഫ് KT, റൊട്ടേഷന്റെ കേസിലും ഹാഫ് KT. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ പ്രകാരം വൈബ്രേഷന്റെ കേസിലും ഹാഫ് KT തന്നെ വരണ്ടേ? പക്ഷെ നമ്മൾ KT എടുക്കുക. അതെന്തുകൊണ്ടാ? ആരും ഒരാൾ പറ. അത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈബ്രേഷന്റെ കേസിൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി. അപ്പൊ ഹാഫ് KT പ്ലസ് ഹാഫ് KT ആണ് അവിടെ എന്തായത്? KT ആയത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തതിലേക്ക് പോകണേ, ലാസ്റ്റ് ഇതൊരു കഴിഞ്ഞ് നമ്മളതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകും. ഹീറ്റ് കപ്പാസിറ്റി അക്കോർഡിംഗ് ടു ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. അങ്ങനെ കേട്ടില്ല ആരെങ്കിലും? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ക്വാണ്ടം മെക്കാനിക്സ് കാര്യമായിട്ട് പഠിച്ചില്ലല്ലോ. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ അല്ലെ, പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങള്? ഓക്കെ, ആ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത്, അതിന്റെ ക്വാണ്ടം മെക്കാനിക്സ് വരുന്ന വലിയൊരു തിയറിയാണ്. പക്ഷെ അതിന്റെ ഒരു ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എനർജി can be written as the sum of the various forms of energy. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷന്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം ഇതാണ്. ടോട്ടൽ എനർജി can be written as sum of the various forms of energy. That is, E total we can write E translational, E rotational, E vibrational and E electronic. ട്രാൻസ്ലേഷണൽ എനർജിയുടെയും റൊട്ടേഷണൽ എനർജിയുടെയും വൈബ്രേഷണൽ എനർജിയുടെയും ഇലക്ട്രോണിക് എനർജിയുടെയും സമ്മായിട്ട് എന്ത് എഴുതാം? ടോട്ടൽ എനർജി എഴുതാം. അതിൽ ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ് ഇത്, ട്രാൻസ്ലേഷൻ എനർജി. അതുപോലെ ട്രാൻസ്ലേഷൻ എനർജി മാത്രം ഇറ്റ് ഈസ് നോൺ ക്വാണ്ടൈസ്ഡ് ആണ്, ക്വാണ്ടൈസ്ഡ് അല്ല. ബാക്കി എല്ലാ എനർജിയും ക്വാണ്ടൈസ്ഡ് ആണ്. ട്രാൻസ്ലേഷണൽ എനർജി ഈസ് നോട്ട് ക്വാണ്ടൈസ്ഡ്. ഓൾ അതർ ഫോംസ് ഓഫ് എനർജി ആർ ക്വാണ്ടൈസ്ഡ്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് എനർജി ട്രാൻസ്ലേഷൻ ഈസ് ലെസ് ദാൻ റൊട്ടേഷൻ എനർജി, ലെസ് ദാൻ വൈബ്രേഷൻ എനർജി. ഏറ്റവും ഹയസ്റ്റ് എനർജി ഇലക്ട്രോണിക് എനർജിയാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CV എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ എന്താ? എനർജി അല്ലെങ്കിൽ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ്, അല്ലെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ 1 gram എന്ന് പറയും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ 1 gram, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ 1 mole by 1 degree, അല്ലെ?
temperature required, sorry, heat required to rise the temperature of 1 gram അല്ലെങ്കിൽ 1 mole. 1 gram ആണെങ്കിൽ specific heat capacity, 1 mole ആണെങ്കിൽ molar heat capacity by 1 degree. At constant volume ആണെങ്കിൽ CV എന്നും constant pressure ആണെങ്കിൽ CP എന്ന് denote ചെയ്യും. ഇനി ഡെറിവേഷനൊക്കെ ഞാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CV is equal to എന്താണ്? Dou E by dou TP ആണ്. E is the internal energy. And CP is equal to നിങ്ങൾ പഠിച്ചിട്ടുണ്ട് dou H divided by dou TP ആണ്. Okay, CV is equal to dou E by dou TP ആണ്. CP is equal to dou H by dou TP ആണ്. And you have studied that CP is equal to CV plus R. പഠിച്ചില്ലേ? അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു CP minus CV is equal to R എന്ന് പഠിച്ചില്ലല്ലോ അല്ല. അതിന്റെ ഡെറിവേഷനൊക്കെ ഞാൻ പോകുന്നില്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. +2 തന്നെ പഠിച്ചിട്ടുണ്ട്. CP minus CV is equal to R. അങ്ങനെയാണെങ്കിൽ CP is equal to CV plus R. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു വേറെ സാധനം ഇതാണ്. സോറി, ഇത് നിങ്ങൾ പഠിച്ചിക്കോന്ന് അറിയില്ല. പോയിസൺസ് റേഷ്യോ ഗാമ പഠിച്ചിനാ? പോയിസൺസ് റേഷ്യോ ഗാമ is equal to CP by CV. Ratio of CP to CV is called Poisson's ratio. CP by CV ആണ് എന്ത് വിളിക്കുക? Poisson's ratio എന്ന് വിളിക്കുന്നത്. Okay, that is CP divided by CV is denoted as gamma. It is called Poisson's ratio. ഇത്രയും കാര്യം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇത് വെച്ചിട്ട് ഇക്വിപാർട്ടീഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ എനർജിയും സിവിയും സിപിയും അതുപോലെ ഗാമയും കാണുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ടേബിൾ കാണുന്നുണ്ടല്ലോ, ആദ്യം മോണോ അറ്റോമിക് ഗ്യാസ് അല്ലെ, മോണോ അറ്റോമിക് ഹീലിയം നിയോൺ ഒക്കെ പോലെ മോണോ അറ്റോമിക് ആയുള്ള ഒരു ഗ്യാസ് എടുക്കുക. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിന് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതാണ് ഈ കോളത്തിൽ. ഫസ്റ്റ് കോളം എന്താണ്? ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എത്ര ഉണ്ടാവും? ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏത് കേസിലും 3 ആണ്. മോണോ അറ്റോമിക് ആയാലും ഡയറ്റോമിക് ആണെങ്കിലും ട്രയാറ്റോമിക് ആയാലും ഒക്കെ കേസിൽ എത്രയാണ്? 3 ആണ്. മോണോ അറ്റോമിക് ഗ്യാസിന് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? ഒന്ന് പറ, എത്ര ഉണ്ടാവും? ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ഹീലിയം പോലെ നിയോൺ പോലെ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണെന്നിരിക്കുക, അതിന് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വരിക? 0 ആയിരിക്കും. കാരണം ഒരു മോളിക്കൂൾ ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ലല്ലോ. ഒരു സിംഗിൾ, സോറി, ഒരൊറ്റ ആറ്റം ആകുമ്പോൾ, ഒരു സിംഗിൾ മോണോ അറ്റോമിക് എന്ന് പറയുന്നത് ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളൂ, ഒരാറ്റം മാത്രം. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മളത് പരിഗണിക്കുക, റൊട്ടേഷൻ ആയിട്ട് പരിഗണിക്കുന്നില്ല. അപ്പൊ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ലല്ലോ. വൈബ്രേഷൻ വേണമെങ്കിൽ ഒരു ബോണ്ട് വേണ്ടേ? ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ആറ്റാണെങ്കിൽ ഇവിടെ ബോണ്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എത്ര വരും? What is E total for monoatomic gas? മോണോഅറ്റോമിക് ഗ്യാസിന്റെ ടോട്ടൽ എനർജി എത്ര വരാം? 3/2 RT അല്ലെ? അങ്ങനെ വരാം. അതായത് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പൊ ഒരു ട്രാൻസ്ലേഷൻ ആണെങ്കിൽ 1/2 KT ആണ്. അപ്പൊ 3 ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് 3 × 1/2 KT, ഇപ്പൊ 3/2 KT പ്ലസ് റൊട്ടേഷൻ 0 ആണ്, വൈബ്രേഷൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ് ഈക്വൽ ടു 3/2 RT. അങ്ങനെയാണെങ്കിൽ CV ഈസ് ഈക്വൽ എത്ര വരും? അങ്ങനെ 3/2 R എന്ന് വരുന്നത് ഒന്ന് പറ. അത് അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെ? CV എന്ന് പറയുന്നത് ഡോ ഇ ബൈ ഡോ ടി വി ആണല്ലോ. ഡോ ഇ ബൈ ഡോ ടി വി അതാണല്ലോ CV. ക്ലാസ്സിലാണ്, അങ്ങോട്ട് വിളിക്കാം. ക്ലാസ്സിലാണ്, അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ ഡോ ഇ ബൈ ഡോ ടി എടുക്കുമ്പോൾ ഈ ടി എന്തായി പോകും? വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ ആയത് 1 ആവും. അപ്പൊ 3/2 R എന്ന് വരും CV. അപ്പൊ CV 3/2 R ആണെങ്കിൽ CP എത്ര വരിക? CP is equal to എന്താ? CV പ്ലസ് R അല്ലേ? CP is equal to CV പ്ലസ് R ആണ്. അപ്പൊ CV is equal to 3/2 R. അപ്പൊ 3/2 R പ്ലസ് R that is equal to 5/2 R അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗാമ എത്ര വരിക? പോയിസൺസ് റേഷ്യോ ഗാമ എന്ന് പറയുന്നത് എന്താ? ഗാമ is equal to
Gamma is equal to Cp by Cv. Cp by Cv. 5/2R by 3/2R. അപ്പോൾ എന്താ വരിക? Is equal to 5/3. And 5/3 is equal to 1.66. അപ്പൊ ഇത് സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. മോണോ അറ്റോമിക് ഗ്യാസിന് പോയിസൺസ് റേഷ്യോ എത്ര വരും? 1.66 വരിക. ഓക്കെ. ഇനി അതേപോലെ ഡയാറ്റോമിക് ഗ്യാസ് H2O2 N2 ഒക്കെ പോലെ ഡയാറ്റോമിക് ഗ്യാസ് ആണ് വിളിക്കുക. ഡയാറ്റോമിക് ഗ്യാസ് ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഉണ്ടാവും? ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? 3 എല്ലാ കേസിലും. റൊട്ടേഷൻ എത്ര വരുള്ളൂ? എത്ര വരിക റൊട്ടേഷൻ? 2 അല്ലേ? ഡയാറ്റോമിക് ആകുമ്പോൾ റൊട്ടേഷൻ 2 ഉണ്ടാവുള്ളൂ. വൈബ്രേഷൻ എത്ര ഉണ്ടാവും? ഡയാറ്റോമിക് ആകുമ്പോൾ വൈബ്രേഷൻ എത്ര ഉണ്ടാവും? ഒരു ഡയാറ്റോമിക് ആകുമ്പോൾ 3n അല്ലേ? 3n - 6 അല്ലേ? സോറി 3n - 5 അല്ലേ? അപ്പൊ 3 × 2 - 5 6 - 5 = 1. അല്ലെങ്കിൽ ഒരു ബോണ്ട് ആവുമ്പോൾ ഒരു വൈബ്രേഷനിൽ ഉണ്ടാവുള്ളൂ. ഈ ഒറ്റ ബോണ്ടല്ലേ ഉള്ളൂ. അപ്പൊ വൈബ്രേഷൻ = 1. അല്ലെങ്കിൽ 3n - 5 നോക്കിയാൽ മതി. റൊട്ടേഷൻ എങ്ങനെയാ നേരോ? ഓ റൊട്ടേഷൻ എങ്ങനെയാ? അപ്പോ രണ്ടെണ്ണം വരുന്ന ഒന്ന് പറഞ്ഞല്ലോ. റൊട്ടേഷൻ എക്സ് ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എന്നെ കാണുന്നുണ്ടോ? പെണ്ണ് കാണുന്നുണ്ടോ? ആ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, മറ്റേത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേഷൻ അത് എല്ലാ കേസിലും സെന്റർ ഓഫ് മാസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എബൌട്ട് സെന്റർ ഓഫ് മാസ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ നടുക്കാണ് സെന്റർ ഓഫ് മാസ് എങ്കിൽ അതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിൽ ഈ റൊട്ടേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഏത്? ഇങ്ങനെ തിരിക്കുന്നത്. ഇങ്ങനെ തിരിക്കുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ പരിഗണിക്കുന്നത് ഈ റൊട്ടേഷനും ഈ റൊട്ടേഷനെ പരിഗണിക്കാം. ഓക്കെ ഓക്കെ. ബോണ്ടിന് ചുറ്റുമല്ല തിരിയുക. ബോണ്ടിന് ചുറ്റുമല്ല തിരിയാം. തിരിയുന്നതിന് പറ്റുക സെന്റർ ഓഫ് മാസിന് ചുറ്റുമാണ് തിരിയാം. ഓക്കെ ഓക്കെ. ഇനി വൈബ്രേഷൻ, ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ടോട്ടൽ എനർജി എത്ര വരും? ടോട്ടൽ എനർജി അപ്പൊ 3 റൊട്ടേഷൻ. അപ്പൊ എത്ര വരും? 3/2 RT പ്ലസ് എത്ര വൈബ്രേഷൻ ഉണ്ട്? 2 വൈബ്രേഷൻ. 2 വൈബ്രേഷൻ ആവുമ്പോൾ 2 × 1/2 RT അല്ലേ? സോറി 2 റൊട്ടേഷൻ. എത്ര വൈബ്രേഷൻ ഉണ്ട്? ഒരു വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ ആവുമ്പോൾ എത്ര വരിക? വൈബ്രേഷൻ RT വരിക. അപ്പൊ 3/2 RT പ്ലസ് 2 × 1/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? RT പ്ലസ് RT. അപ്പൊ എത്ര വരും? അതായത് ഇവിടെ എത്ര വരും? 3/2 RT. ഇത് 2 × 1/2 RT എന്ന് പറഞ്ഞാൽ RT വരും. ഇതും ഒരു വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ RT ആണ്. RT. അപ്പൊ എത്ര വരിക? ഇറ്റ് ഈസ് ഇക്വൽ ടു 7/2 RT അല്ലെ? അപ്പൊ CV is equal to 7/2R. CV is equal to 7/2R. അപ്പൊ CP എത്ര വരിക? +1. CP is equal to CV + 1 ആണ്. സോറി CV + R ആണ്. അപ്പൊ 7/2R ആണെങ്കിൽ ഇത് 9/2R. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഗാമ is equal to എത്ര വരും? ഗാമ is equal to 9/2R divided by 7/2R, that is equal to 9/7. That is equal to 1.29 വരിക. 1.29. ഓക്കെ. ഇനി ട്രയാറ്റോമിക് ലീനിയർ മോളിക്യൂൾ ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് പോലെ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഇറ്റ് ഈസ് 3/2 RT എന്ന് വരും. റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ലീനിയർ ആയാൽ 2 തന്നെ വരിക. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 2 തന്നെ ആണ്. അപ്പൊ 2 × 1/2 RT എന്ന് പറയുമ്പോൾ RT. 2 × 1/2 RT is equal to RT. വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വരിക? ട്രയാറ്റോമിക് അല്ലേ? അപ്പൊ 3n - 6. അപ്പൊ 3 × 3 -6 അല്ല -5 ആ വരിക. കാരണം ട്രയാറ്റോമിക് ലീനിയർ മോളിക്യൂളാ. -5. അപ്പൊ 9 - 5 is equal to 4. അപ്പൊ വൈബ്രേഷൻ is equal to 4. അങ്ങനെയാണ് ഇറ്റ് ഈസ് 4 RT. 4 RT. അപ്പൊ ഇതിലോട്ട് കൂട്ടിയാൽ 3/2 RT പ്ലസ് RT പ്ലസ് 4 RT 5 RT. 5 RT യും
1.5 RT. അപ്പോൾ 13/2 RT വരും. 13/2 RT. അപ്പോൾ CV is equal to 13/2 R. CP is equal to 15/2 R. അങ്ങനെയാണെങ്കിൽ ഗാമ is equal to 15 divided by 30 വരും. That is equal to 1.154 എന്ന് വരിക. 1.154. ഇനി ട്രയാറ്റോമിക് നോൺ ലീനിയർ മോളിക്യൂൾ എന്നിരിക്കുക. വാട്ടർ മോളിക്യൂൾ പോലെ, H2O മോളിക്യൂൾ പോലെ ട്രയാറ്റോമിക് നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ ട്രാൻസ്ലേഷൻ ഇസ് 3. അപ്പോൾ 3/2 RT. റൊട്ടേഷൻ നോൺ ലീനിയർ ആകുമ്പോൾ 3 തന്നെ വരിക. അപ്പൊ ഇതും എത്ര വരിക? 3/2 RT. ഇനി വൈബ്രേഷൻ ഇവിടെ ട്രയാറ്റോമിക് നോൺ ലീനിയർ ആയതുകൊണ്ട് 3 × 3 -6 വരും നോൺ ലീനിയർ ആകുമ്പോൾ. അപ്പൊ 9 - 6 = 3 ഉണ്ടാവുള്ളൂ. അപ്പൊ 3. അപ്പൊ ഇറ്റ് ഈസ് 3 RT. അപ്പൊ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 1 3 3 3 6 6 RT വരും. അപ്പൊ CV is equal to 6R, CP is equal to 7R. ഓക്കെ, അപ്പോ 7/6 വരും. 7/6 is equal to 1.166. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പറ, അല്ലെങ്കിൽ ചോദിക്കും ഈ പറഞ്ഞ കാര്യം. ഈ ടേബിള് ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞോ. കുറവൊന്നും വിചാരിക്കണ്ട. മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കില്ല എന്ന് തന്നെ പറയാം. അത് പിന്നെ 7 RT വന്നത്. 7 RT ഇവിടെ വന്നത് ഇവിടെയാ. സർ ട്രയാറ്റോമിക് നോൺ ലീനിയറിന് ടോട്ടൽ എനർജി കണ്ടുപിടിച്ചത് 6 RT അല്ലേ വരിക? 6 RT, അതായത് 3 ട്രാൻസ്ലേഷൻ, അപ്പൊ 3/2 RT. 3 റൊട്ടേഷൻ, അപ്പൊ 3/2 RT. 3 വൈബ്രേഷൻ അല്ലേ വരിക? കാരണം നോൺ ലീനിയർ ആകുമ്പോ 3 × 3 9 - 6 വരും. ലീനിയർ ആകുമ്പോൾ 9 - 5 വരിക. നോൺ ലീനിയർ ആകുമ്പോൾ 3n - 6 വരും. മറ്റേത് 3n - 5 വരിക. അപ്പൊ 9 - 5 = 6 is equal to 3 വരും. അപ്പോ 3 ആകുമ്പോൾ 3 RT. വൈബ്രേഷൻ RT അല്ലേ? ഒരു വൈബ്രേഷൻ എത്ര കോൺട്രിബ്യൂഷൻ? RT ആണ്. 3 വൈബ്രേഷൻ ആകുമ്പോൾ 3 RT. അപ്പോ ഇത് 3/2 + 3/2 എത്ര വരിക? 3 എന്ന് വരും അല്ലെ? 3 + 3 6 വരും. അപ്പൊ 6 RT ആണ് ടോട്ടൽ എനർജി. അപ്പൊ CV is equal to 6R. അപ്പൊ CP is equal to 7R. അപ്പൊ 7/6 is equal to 1.166 വരും. ഓക്കെ, വേറെ എന്താ സംശയം ഉണ്ടോ? സംശയമില്ലല്ലോ. ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ വൈബ്രേഷൻ സാധാരണ ഓർഡിനറി ടെമ്പറേച്ചറിൽ മോളിക്യൂള് 0th വൈബ്രേഷൻ ലെവലിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ. At low temperature, molecules are in 0th vibrational level. അപ്പൊ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് പരിഗണിക്കൂല? വൈബ്രേഷണൽ കോൺട്രിബ്യൂഷൻ പരിഗണിക്കൂല. അതേപോലെ നമ്മൾ നേരത്തെ ഒന്നും ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷൻ നമ്മൾ പരിഗണിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷൻ പരിഗണിച്ചില്ല. കാരണം എന്താ? ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? വെരി ഹൈ എനർജി വേണം. വെരി ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക്കലി ഗ്രൗണ്ട് ലെവലിലാണ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ പരിഗണിക്കാത്തത്. അതേപോലെ ലോ ടെമ്പറേച്ചറിൽ മോളിക്യൂൾസ് ആർ ഇൻ 0th വൈബ്രേഷണൽ ലെവൽ. അപ്പൊ നമ്മളത് പരിഗണിക്കൂല. അപ്പൊ ജനറലി നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ CV എത്ര വരിക? 3/2 R വരിക. ട്രാൻസ്ലേഷൻ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ CP എത്ര വരും? 5/2 R അല്ലെ? അപ്പൊ ജനറൽ ആയിട്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഗാമ is equal to 5/2 R plus X. X is the contribution from rotation and vibration. അതാണ് നിൽക്കട്ടെ. ഡിവൈഡഡ് ബൈ 3/2 R plus X. ഓക്കെ,
But generally, we can write the equation as gamma is equal to 5/2r plus x divided by 3/2r plus x. Equation if you consider only translation, then CV is equal to 3/2r. Then CP is equal to 5/2r. Now CP by CV is gamma. Gamma is CP by CV. Now 5/2r divided by 3/2r plus 5/2r rotational contribution കൂട്ടണം. അപ്പോൾ പ്ലസ് എക്സ് കൊടുക്കുക. അതേപോലെ സി വിയുടെ കൂടെ 3/2r പ്ലസ് എക്സ്. ഇനി മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിൽ റൊട്ടേഷൻ ഇല്ലാലോ. അപ്പൊ എത്രയാ എക്സ് എത്രയാ? 0. എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5/2/3/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 5/3 1.66. മോണോ അറ്റോമിക് ഗ്യാസിന് ലോ ടെമ്പറേച്ചർ ആണെങ്കിലും 1.66 തന്നെയാണ്, ഹൈ ടെമ്പറേച്ചറിലും 1.66 തന്നെയാണ്, മാറ്റമില്ല മോണോ അറ്റോമിക് ഗ്യാസിന്. ഡയാറ്റോമിക് ഗ്യാസിന് ലോ ടെമ്പറേച്ചറിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഡയാറ്റോമിക് ഗ്യാസിന്റെ കേസിൽ സി വി ഇസ് ഈക്വൽ ടു 3/2r പ്ലസ് അല്ലെ. എത്ര റൊട്ടേഷൻ ഉണ്ടാവും ഡയാറ്റോമിക്കിന്? എത്ര റൊട്ടേഷനാ? 2 റൊട്ടേഷൻ. ഡയാറ്റോമിക് ആകുമ്പോൾ 2 റൊട്ടേഷൻ. അപ്പൊ 2 × 1/2r ദാറ്റ് ഇസ് ഈക്വൽ ടു r. അപ്പൊ എക്സ് എത്ര വരിക? 6 വരിക. ഡയാറ്റോമിക്കിന്റെ കേസിൽ എക്സ് 6 വരും. വൈബ്രേഷൻ നമ്മൾ പരിഗണിക്കുന്നത് എപ്പോഴാണ്? നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ. ഓക്കെ, ഏകദേശം ഒരു 50 ഡിഗ്രി വരെ അല്ലെങ്കിൽ ഒരു 30-35 ഡിഗ്രി റൂം ടെമ്പറേച്ചർ വരെ എടുക്കാം. റൂം ടെമ്പറേച്ചർ അധികം പോകണ്ട. റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വൈബ്രേഷൻ പരിഗണിക്കൂല. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 6 വരിക. അപ്പോൾ 5/2r പ്ലസ് എക്സ് 5/2r plus r, that is equal to 7/2 divided by 5/2, that is equal to 7/5 is equal to 1.4 എന്ന് വരും. ഇപ്പൊ ഡയാറ്റോമിക് ഗ്യാസിന് പോയിസൺസ് റേഷ്യോ വരെ 1.4 ആണ് റൂം ടെമ്പറേച്ചറിൽ. ഓക്കെ, ആൻഡ് ഫോർ ട്രയാറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ സി വി ഇസ് ഈക്വൽ ടു 3/2r ട്രാൻസ്ലേഷൻ. അപ്പൊ ട്രയാറ്റോമിക് ആകുമ്പോൾ റൊട്ടേഷൻ എത്ര ഉണ്ടാവും? 3 റൊട്ടേഷൻ. അപ്പൊ അഗൈൻ 3/2r. വൈബ്രേഷൻ നമ്മൾ പരിഗണിക്കുന്നില്ല. റൂം ടെമ്പറേച്ചറിൽ വി ആർ നെഗ്ലക്റ്റിംഗ് വൈബ്രേഷൻ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 3/2r. അപ്പൊ 5/2 പ്ലസ് 3/2 എത്ര വരിക? 8/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 3/2r പ്ലസ് 3/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. 4/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1.33. അപ്പൊ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മോണോ അറ്റോമിക് ആവുമ്പോ 1.66 റൂം ടെമ്പറേച്ചറിൽ. ഡയാറ്റോമിക് ആവുമ്പോ 1.4. ട്രയാറ്റോമിക് നോൺ ലീനിയർ ആവുമ്പോൾ 1.33. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ മോണോ അറ്റോമിക് ഗ്യാസ് 1.66, ഡയാറ്റോമിക് ഗ്യാസ് 1.4, ട്രയാറ്റോമിക് ഗ്യാസ് 1.33. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണോ? സംശയം ചോദിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു equipartition principle, total energy of a diatomic molecule is? According to equipartition principle, total energy of a diatomic molecule is? പറഞ്ഞോളൂ. ആരുല്ലേ? പോയോ? 7/2 RT അല്ലേ? ഓക്കെ, അപ്പൊ ഡയാറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ ട്രാൻസ്ലേഷൻ 3/2 RT, റൊട്ടേഷൻ എന്താ ഉണ്ടാവുക? 2 ഉണ്ടാവുള്ളൂ. അപ്പൊ 2 × 1/2 ദാറ്റ് ഈസ് RT അല്ലെ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? ടോട്ടൽ എനർജി ആണ് അല്ലെ. അപ്പൊ 5/2 അല്ലേ വരിക?
സോറി വൈബ്രേഷൻ കൂടി ഉണ്ട് അല്ലേ, പ്ലസ് വൈബ്രേഷൻ ഉണ്ട്, വൈബ്രേഷൻ RT. അപ്പൊ 7/2 വരും. ടോട്ടൽ എനർജി റൂം ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല, റൂം ടെമ്പറേച്ചർ എന്നോ അങ്ങനെ ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല, ലോ ടെമ്പറേച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വൈബ്രേഷൻ കൂടി എടുക്കണം. അപ്പൊ 7/2 RT, 7/2 RT. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു equipartition പ്രിൻസിപ്പിൾ, CV വാല്യൂ ഫോർ N2 gases. ഓർഡിനറി ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാലാണ് നമ്മൾ വൈബ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ലോ ടെമ്പറേച്ചർ എന്നോ അല്ലെങ്കിൽ ഓർഡിനറി അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, വൈബ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാത്ത കേസ് വൈബ്രേഷൻ കൂടി കൺസിഡർ ചെയ്തോളൂ. അക്കോർഡിംഗ് ടു equipartition പ്രിൻസിപ്പിൾ, CV ഫോർ N2 ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇതും ഡയാറ്റോമിക് തന്നെയാണ് അല്ലെ. അപ്പോ 7/2 RT ആണ് എനർജി ടോട്ടൽ. അപ്പൊ CV is equal to 7/2 R. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ, 7/2 R. ഓക്കെ, അക്കോർഡിംഗ് ടു equipartition പ്രിൻസിപ്പിൾ, CV വാല്യൂ ഫോർ CO2 is. According to equipartition principle, CV value for CO2 is. Okay, CO2 ആകുമ്പോ എത്ര വരും? CO2 ആകുമ്പോ 3/2 RT പ്ലസ് ലീനിയർ ആവുന്നു അല്ലേ, CO2 ലീനിയർ അല്ലേ, CO2 is ലീനിയർ. അപ്പോ RT പ്ലസ് എത്ര വൈബ്രേഷൻ ഉണ്ട്? 3 into 3 minus 5 is equal to 4 RT അല്ലേ. അപ്പോ എത്ര വരിക? 13/2 RT, that is the total energy. അപ്പോൾ CV is equal to 13/2 R. 13/2 R. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ആ ഓപ്ഷൻ നോക്കിയിട്ടാണ് 3/2 into ആറിന്റെ വാല്യൂ കൊടുക്കുക, 8.314 അല്ലെ. എന്നിട്ട് എത്രയാണ് വാല്യൂ, ആ വാല്യൂ കൊടുക്കുക, അത്രയും ജൂൾ പെർ മോൾ. Okay, next question. Number of vibrational degrees of freedom for CHCl3 is. എത്രയാ? Number of vibrational degrees of freedom for CHCl3. CHCl3ക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? അപ്പോ 3n - 6 വരും. അത് നോൺ ലീനിയർ ആണ്. CHCl3 ഷേപ്പിങ്ങിനാണ് വരിക, ടെട്രാഹെഡ്രൽ അല്ലേ, ടെട്രാഹെഡ്രൽ ആണല്ലോ. അപ്പൊ 3 into എത്ര ആയിട്ടുണ്ട്? 1 2 2 3 5 - 6, that is equal to 15 - 6 is equal to 9. Okay, good. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ശരി, അടുത്ത. For an ideal gas, CV is equal to 20.4 joule per Kelvin per mole. CP is equal to 28.8 joule per Kelvin per mole. The atomicity of the gas is. CV 20.4, CP 28.8. അങ്ങനെയാണെങ്കിൽ അറ്റോമിസിറ്റി എത്രയാണ്? എത്രയാ? മാധവ് മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. 1 മോണോ അറ്റോമിക്.
സ്നേഹ ചന്ദ്ര 1, മാളവിക 1. അപ്പൊ നമ്മള് ഗാമ കാണാം. ഗാമ CP/CV. അപ്പോ 28.8 ഡിവൈഡഡ് ബൈ 20.4. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 1.66 ആണ് വരുന്നത്. 1.41 അല്ലേ? 1.41 ആണ് വരുന്നത് ആണോ? 1.4 1.41 ആണെങ്കിൽ ഏതാ വരിക? 1.41 ആണെങ്കിൽ ഡയാറ്റോമിക് അല്ലേ വരിക? ഡയാറ്റോമിക്. അപ്പൊ ഡയാറ്റോമിക് വരിക. ഗുഡ്, അക്ഷര ശരിയാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതായത് നമ്മൾ 1.6 ആണെങ്കിൽ മോണോഅറ്റോമിക്, 1.4 ആണെങ്കിൽ ഡയറ്റോമിക്, 1.3 ആണെങ്കിൽ 1.3 ആണെങ്കിൽ ട്രയറ്റോമിക്. അപ്പൊ ഇവിടെ 1.4 ആ വരുന്നത്. അപ്പൊ ഡയറ്റോമിക് വരിക. അടുത്ത് CP for hydrogen gas is 5 calorie per gram. CP for hydrogen gas is 5 calorie per gram. Then CV in calorie per gram is എത്ര വരിക? CP for hydrogen gas is 5 calorie per gram. അങ്ങനെയാണെങ്കിൽ CV in calorie per gram എത്രയാണ്? ത്രീ 3.5. അതായത് തന്നിരിക്കുന്നത് CP is equal to 5. അപ്പോൾ CV is equal to എന്താ വരിക? 5 പ്ലസ് CP എന്നല്ല വരിക അല്ലേ? സോറി, CP മൈനസ് CV is equal to R. നമ്മൂടെ തന്നെന്താ? CP തന്നിട്ടുണ്ട്, CV കാണണം. അപ്പൊ CP പ്ലസ് R. അപ്പോ CV കാണണം അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് CP പ്ലസ് R. അപ്പോ എത്ര വരും? സോറി ഗാമ വാല്യൂ വെച്ച് ചെയ്താൽ പോരെ? ഗാമ വാല്യൂവിലേക്ക് പോണോ? ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. CP മൈനസ് CV is equal to R. ഇവിടെ നമുക്ക് CP തന്നിട്ടുണ്ട്, CV ആണ് കാണേണ്ടത്. അപ്പൊ CP മൈനസ് R വരും. ദാറ്റ് ഈസ് 5 മൈനസ് R ഇൻ കലോറിയാണ്. കലോറിയാണ് സുഖമുണ്ട്. 5 മൈനസ് ആറിന്റെ വാല്യൂ കലോറിയിൽ 2 ആണ്. അപ്പൊ 3 ആൻസർ കിട്ടും വേഗം. 3 കിട്ടും. 3 കലോറി പെർ ഗ്രാം. സാർ അത് ചോദിക്കുമ്പോ നമ്മൾ എടുക്കേണ്ട റൂം ടെമ്പറേച്ചറിലാണോ അല്ലെങ്കിൽ സാധാ ആണോ? അത് പിന്നെ നോർമലി നമ്മൾ റൂം ടെമ്പറേച്ചർ എടുത്താൽ മതി. അധിക കേസിൽ അങ്ങനെ ചോദിക്കാം. പിന്നെ ചില കേസിൽ അത് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ഇതിന്റെ റൂം ടെമ്പറേച്ചർ എടുത്താൽ 3.5 മറ്റേത് എടുത്താൽ 3 കിട്ടും. 3.5. അല്ല, നമ്മൾ ഈ പ്രോബ്ലം ഇതേ രീതി ചെയ്താൽ പോരെ. ഇവിടെ നമുക്ക് CPയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5 കലോറി. അപ്പൊ CV ഇൻ കലോറി കാണണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ അതിലേക്ക് ഒന്ന് പോകണം. ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. CP മൈനസ് CV is equal to R. അപ്പൊ CP മൈനസ് R is equal to CV. അപ്പൊ CP നമുക്ക് തന്നിട്ടുണ്ട് 5 കലോറി. അപ്പൊ 5 മൈനസ് R. ആറിന്റെ വാല്യൂ കലോറിയിൽ 2. അപ്പൊ 5 മൈനസ് 2 is equal to 3. ആ രീതി ചെയ്താൽ മതി കേട്ടോ.
ഈ പ്രോബ്ലത്തിൽ അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത് റേഷ്യോ ഓഫ് ഹീറ്റ് കപ്പാസിറ്റീസ് Cp by Cv is maximum for monatomic, diatomic, triatomic, tetratomic. Cp by Cv is maximum. Maximum ആരാ വരിക? monatomic അല്ലേ? 1.66, diatomic ആകുമ്പോൾ 1.4, ഇത് 1.3, ഇത് 1.125 അങ്ങനെ വരിക tetratomic ആകുമ്പോൾ. അപ്പൊ A is the answer. അടുത്ത് two gases X and Y are at same temperature and pressure. X has a reduced temperature below 1. Y has a reduced temperature above 1. Then X, option A, X may be liquefied by compression but not Y. Option B, Y may be liquefied by compression but not X. Option C, both X and Y can be liquefied. D, none of them can be liquefied. X ന്റെ reduced temperature below 1 ആണ്. Y ന്റെ reduced temperature above 1 ആണ്. അങ്ങനെയാണെങ്കിൽ X liquefy ചെയ്യാം, Y liquefy ചെയ്യാം, രണ്ടും liquefy ചെയ്യാം, ഒന്നും liquefy ചെയ്യാൻ പറ്റൂല. ഏതാണ് ഓപ്ഷൻ? ഏതാ വരിക? അക്ഷര എ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറ. X has a reduced temperature below 1. Y has a reduced temperature above 1. മാധവും എ ആണ് പറഞ്ഞത്. എക്സ് ലിക്വിഫൈ ചെയ്യാന്നാണ് പറയുന്നത്, വൈ ലിക്വിഫൈ ചെയ്യാൻ പറ്റൂല. രണ്ടാള് പറഞ്ഞു, അക്ഷര, മാധവ്. ബാക്കിയുള്ളവർ കൂടി പറ. അതായത് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? T/dc അല്ലേ? അത് എക്സിന് എന്താണ്? ബിലോ 1 ആണ്, ലെസ് ദാൻ 1 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? T less than Tc. That means its temperature is below critical temperature. Below critical temperature ആണെങ്കിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നേരെ മറിച്ച് വൈയുടെ കേസിൽ T/Tc is above 1, greater than 1. അങ്ങനെയാണെങ്കിൽ T is greater than Tc. Temperature, in the case of Y, temperature is greater than critical temperature. അപ്പൊ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമോ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ above which a gas cannot be liquefied. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മേലെ നമുക്ക് ഗ്യാസുകൾ എന്ത് ചെയ്യാൻ പറ്റൂല? ലിക്വിഫൈ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എക്സിൻ്റെത് T/dc, അതായത് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T/dc ആണ്. T/dc ആണ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പൊ T less than Tc. T less than Tc ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലിക്വിഫൈ അല്ലെ? നേരെ മറിച്ച് വൈയുടെ കേസിൽ T/dc ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ T is greater than Tc. T greater than Tc ആണെങ്കിൽ it can't be liquefied. Okay, good. ആൻസർ പറഞ്ഞവർക്ക് കൺഗ്രാറ്റ്സ്. Okay, in അടുത്ത question. If 1 mole of a monoatomic gas, gamma is equal to 5/3, is mixed with 1 mole of diatomic gas, gamma is equal to 7/5. The value of gamma for the mixture is,
ആ മിക്സറിന്റെ ഗാമ വാല്യൂ എത്രയായിരിക്കും? അതൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെ നോക്കാം നമ്മൾ? അതായത് മോണോ അറ്റോമിക്കിന്റെ കേസിൽ ഗാമ ഈസ് ഈക്വൽ ടു 5/3. അപ്പോൾ ഇവിടെ മോണോ അറ്റോമിക്കിന്റെ കേസിൽ സി വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം 3/2 ആണ്. ഡയാറ്റോമിക്കിന്റെ കേസിൽ ഗാമ ഈസ് ഈക്വൽ ടു 7/5. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു 5/2 ആർ. ഓക്കെ. അപ്പോൾ സി വി ഫോർ ദ മിക്സർ 3/2 ആർ പ്ലസ് 5/2 ആർ ഡിവൈഡഡ് ബൈ ഇത് 1 മോൾ ഇത് 1 മോൾ അല്ലേ? അപ്പോൾ 1 + 1 ഇങ്ങനെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 8/2. ദാറ്റ് ഈസ് 4 ആർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? 4 ആർ ഡിവൈഡ് ബൈ 2 അല്ലേ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആർ. ദാറ്റ് ഈസ് സി വി. അങ്ങനെയാണെങ്കിൽ സി പി ഈസ് ഈക്വൽ ടു 3 ആർ. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു 3/2 1.5. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അനൂവിനയ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. മോണോ അറ്റോമിക് ഗ്യാസിന് ഗാമ ഈസ് ഈക്വൽ ടു 5/3. അപ്പൊ അതിന്റെ സി വി ഈസ് ഈക്വൽ ടു 3/2 ആയിരിക്കും. ഡയാറ്റോമിക്കിന് ഗാമ ഈസ് ഈക്വൽ ടു 7.5. അപ്പൊ സി വി ഈസ് ഈക്വൽ ടു 5/2 ആണ് അല്ലേ? അപ്പോൾ സി വി ഓഫ് ദി മിക്സർ, ആ മിക്സറിന്റെ സി വി എന്ന് പറഞ്ഞാൽ 3/2 ആർ പ്ലസ് 5/2 ആർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 + 1. ഓക്കെ ഓക്കെ. അപ്പോ അതായത് സി വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണല്ലോ. പെർ മോൾ ആണ് കിട്ടേണ്ടത്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ കിട്ടണം. അപ്പൊ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുക്കണം. എന്നാലേ പെർ മോൾ കിട്ടുള്ളൂ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 + 1. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4r/2 ഈസ് ഈക്വൽ ടു 2r എന്ന് കിട്ടും. അപ്പൊ സി വി ഈസ് ഈക്വൽ ടു 2r ആണെങ്കിൽ സി പി ഈസ് ഈക്വൽ ടു 3r ആയിരിക്കും. അപ്പൊ ഗാമ ഈസ് ഈക്വൽ ടു 3/2 ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പറ. Consider the following statements. For diatomic gases, the ratio Cp/Cv is equal to for a 1.40 lower temperature, 1.66 moderate temperature, 1.29 high temperature. Diatomic gas ആണ് Cp/Cv. Which of the above statements are correct? Correct.
ഓക്കെ ഗുഡ്. ഓപ്ഷൻ ഡി ആണ് അല്ലേ? അതായത് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഡയറ്റോമിക് ഗ്യാസിന്റെ കേസിൽ വൈബ്രേഷൻ പരിഗണിക്കൂല. വൈബ്രേഷൻ പരിഗണിക്കാണ്ടാവുമ്പോൾ 1.40 വരും ലോ ടെമ്പറേച്ചറിൽ. ഹൈ ടെമ്പറേച്ചറിൽ വൈബ്രേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 1.29 വരും. ഇത് ശരിയല്ല. 1.66 മോണോ അറ്റോമിക്കിന് മാത്രമേ വരൂ. 1.66 വാല്യൂ മോണോ അറ്റോമിക്കിന് മാത്രമേ വരിക. അപ്പൊ ആൻസർ 1 and 3 കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Gases in corresponding state will be at same temperature, reduced temperature, same pressure and volume, same pressure. Gases in corresponding states will be at same reduced temperature. അല്ലേ? ഓക്കെ, ശരിയാണ്. സെയിം റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ടു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഫോർ എ ഡയറ്റോമിക് ഗ്യാസ് ഈസ്. ആൻസർ. The ratio of specific heat at constant volume to specific heat at constant pressure for a diatomic gas is. Akshara D പറഞ്ഞിട്ടുണ്ട്, അനു വിജയ് സി, ഷഹാന സി, മാധവ് ഡി, ഫിദ ഫൈസൽ സി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. റേഷ്യോ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ടു കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ന് പറഞ്ഞാൽ CV/CP ആണ് ചോദിച്ചത്. CP/CV അല്ല. CP/CV ആണ് 1.4 അല്ലേ? അപ്പൊ CV/CP വരിക എന്തായാലും 0.1 കുറവായിരിക്കും. ഇത് ആൻസർ വരിക. അപ്പൊ ആൻസർ ഡി അല്ലേ? ചോദ്യം CP/CV അല്ല. CP/CV ആണെങ്കിൽ 1.4 ആണ് ഡയറ്റോമിക് ആകുമ്പോൾ അല്ലേ? പക്ഷെ ഇവിടെ ചോദിച്ചെന്താ? റേഷ്യോ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ടു കോൺസ്റ്റന്റ് പ്രഷർ. CV/CP ആ ചോദിച്ചത്. അപ്പൊ CV/CP ആകുമ്പോൾ 0.745 വരും. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of CP/CV in the case of H2S is. H2S കേസിൽ CP/CV എത്ര? Ratio of CP/CV in the case of hydrogen sulfide is. Okay, Akshara, Mobisha, Anu Vijay, Sanika, Nandini Ji, Babu. Okay, अब answer see H2S is a non-linear triatomic gas ആണ്. Non-linear triatomic gas ആകുമ്പോൾ 1.3 വരിക, 1.33. Answer is A. The ratio. അടുത്ത 14ാമത്തെ. The ratio CP/CV for mercury vapor is found to be 1.67. The correct conclusion is. Ratio CP/CV for mercury vapor is found to be 1.67. The correct conclusion is mercury vapors are monoatomic. Mercury vapors exist as Hg2. Mercury vapors are polyatomic. None of the above. Okay, Aditya, Anaka, TP, Anargha. ഓക്കെ, ശരിയാണ്. 1.67 വന്നാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 1.67 വന്നാൽ മോണോ അറ്റോമിക് ആയിരിക്കും. മെർക്കുറി വേപ്പർ എക്സിസ്റ്റസ് മോണോ അറ്റോമിക് ഇൻ വേപ്പർ സ്റ്റേറ്റ്. വേപ്പർ ഫേസിൽ മോണോ അറ്റോമിക് ആണ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത്. Two substances having same reduced temperature, reduced pressure and reduced volume are said to be in reduced state, in corresponding state, in equilibrium, inert gases. ഏതാണ് ആൻസർ?
Yes, goods in corresponding states. It is in corresponding state. Answer is B. Okay. Thank you. അപ്പോൾ നമ്മള് ചാപ്റ്റർ കഴിഞ്ഞു. Gaseous state എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. നമുക്ക് ഇതിനൊരു എക്സാമിനേഷൻ അടുത്ത ദിവസം വെക്കും. ഞാൻ അതിൽ ഗ്രൂപ്പിലൂടെ അനൗൺസ് ചെയ്യാം. മുഴുവൻ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ gaseous സ്റ്റേറ്റിൽ ഇനി ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇന്ന് അടുത്തുവരെ ബന്ധപ്പെടുന്ന സംശയം ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാണ്ടെങ്കിൽ പറ.